ഹലോ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നൈക്ക ഹോൾ വീഡിയോ ആയിട്ടാണ് കേട്ടോ. ഞാൻ നൈക്കയിൽ നിന്ന് കുറച്ചധികം സാധനങ്ങൾ ഈ അടുത്തായിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്തു. ആദ്യമായിട്ടാണ് നൈക്കയിൽ നിന്ന് വാങ്ങുന്നത്. അപ്പോൾ എനിക്ക് കുറേ ഓഫറും കുറേ കൂപ്പൺസും ഒക്കെ കിട്ടിയായിരുന്നു. അങ്ങനെ ഞാൻ അറൗണ്ട് 2000 സംതിങ്ങിന് ഞാൻ പർച്ചേസ് ചെയ്തെങ്കിലും എനിക്ക് 1800 ആയുള്ളൂ ഈ കൂപ്പൺ കോഡൊക്കെ അപ്ലൈ ചെയ്ത്. അങ്ങനെ എനിക്ക് തോന്നി. പിന്നെ 2-3 ഫ്രീ പ്രൊഡക്ട്സും കിട്ടിയായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വെച്ചു. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു സൺസ്ക്രീൻ ആണ് കേട്ടോ. ഇത് ഡെർമാടെ ഇങ്ങനത്തെ 2 സൺസ്ക്രീൻ വാങ്ങിയപ്പോൾ ഒരു കുഞ്ഞനെ ഫ്രീ കിട്ടി. ഇതിൻ്റെ ഒരു കുട്ടീനെ ഫ്രീ കിട്ടി. ഇങ്ങനത്തെ 2 വാങ്ങിട്ടോ. ഇതും ഇതിൻ്റെ 2 വാങ്ങിയപ്പോൾ ഇത് നമുക്ക് ഫ്രീ കിട്ടിയായിരുന്നു. അങ്ങനെ അപ്പോൾ നമുക്ക് ആദ്യം ഈ സൺസ്ക്രീൻ ഞാൻ മുഖത്തോ സൺസ്ക്രീൻ ഒന്നും തേച്ചിട്ടില്ല. ഇതൊരു ക്രീമി ആയിട്ടാട്ടാ. എൻ്റെ പേര് ഹൈഡ്രോളിക് സൺസ്ക്രീൻ അക്വാ ജെൽ എന്നാണ്. ഇപ്പം ഞാൻ എടുത്തു നൽകി മുഖത്തൊക്കെ തേക്കുന്നുള്ളൂ. ഈ കുഞ്ഞി പാക്കറ്റ് ഒരു 10 ഗ്രാമിൻ്റെ പാക്കാണ്. കാണുന്നുണ്ടോ? ഇത് കണ്ടോ? ഇത് കുറച്ചും കൂടി കട്ടിയുള്ള ഒരു യെല്ലോ ടൈപ്പ് ആയിട്ടാട്ടാ വരുന്നത്. കുറച്ചും കൂടി ഇതിൽ കുറച്ചും കൂടി ലൈറ്റ്, ഇതും കുറച്ചും കൂടി ഡാർക്ക് യെല്ലോ ആയിട്ടാണ്. നമ്മുടെ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇത് പിന്നെ കുറച്ചും കൂടി ഒരു കട്ടിയുള്ള, മറ്റേത് ഭയങ്കര സ്മൂത്തായിട്ട് പോവായിരുന്നു. ഇത് കുറച്ചൊരു ഹാർഡാണ് ഈ ഫ്രീ കിട്ടിയത്. ഫ്രീ തന്നതല്ലേ, നമ്മൾ കുറ്റം പറയാൻ പാടില്ലല്ലോ. അങ്ങനെ ഇത് ഞാൻ കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്ന സൺസ്ക്രീനാണ്, നല്ലതാട്ടോ. ഓക്കെ, ഇനി നമുക്കൊരു ലിപ്സ്റ്റിക്ക് നോക്കാം. നൈക്കയുടെ ഒരു ന്യൂഡ് ലിപ്സ്റ്റിക്കാണ്. ഇതിൻ്റെ പേര് ഗെയിം ഓൺ. അപ്പോൾ ഇതിൻ്റെ ഷെയ്ഡ് ഇതാണ് കേട്ടോ. ഇതാണ് എൻ്റെ ഷെയ്ഡ്. അപ്പോൾ നമുക്ക് നോക്കാം. ഞാനങ്ങനെ അധികം ന്യൂഡ് ഷെയ്ഡ് ഒറ്റയ്ക്കിടാറില്ല. അപ്പം എൻ്റെ ലിപ്സ് എനിക്ക് വാഷ് ഔട്ട് ടൈപ്പ് ആണ് പോലെ തോന്നുമല്ല, വാഷ് ഔട്ട് ടൈപ്പ് പോവും. അപ്പോൾ അതിനാണ് നമ്മൾ ലിപ്പ് ലൈനേഴ്സ് യൂസ് ചെയ്തത്. അപ്പോൾ 3 ലിപ്പ് ലൈനറും വാങ്ങിയിട്ടുണ്ട്. ഏതൊക്കെ കളർന്ന് വെച്ചാൽ റോയൽ റെഡ്, പർപ്പിൾ 11, മെറൂൺ. ഇത് 3 കേട്ടോ. അപ്പോൾ നമുക്ക് റോയൽ റെഡ് വെച്ചിട്ട് ഇതിനൊന്ന് ഒരു വേറൊരു ഷെയ്ഡായി. എനിക്കത് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഇത് 3 എൻ്റെ ഷെയ്ഡ് വരുന്നത് കേട്ടോ. പർപ്പിൾ, മെറൂൺ, റോയൽ. പർപ്പിൾ ഇട്ട് നോക്കാം വേണമെങ്കിൽ. ഇതിപ്പോൾ എല്ലാം കൂടി അലമ്പാവും നോക്കാം. എന്തായാലും വളച്ചുണ്ടല്ലേ. മെറൂൺ ഇട്ടേക്കാം. എനിക്ക് ഈ 3 അത്ര ഇഷ്ടപ്പെട്ടില്ല. എന്നാലും കുഴപ്പമില്ല, വാങ്ങിയതല്ലേ, ഇടന്നെ. ഇതിൻ്റെ കൂടൊക്കെ എനിക്ക് ഫ്രീ കിട്ടിയ ലിപ്സ്റ്റിക്കാണിത്. ഇതും സിസ് ബ്യൂട്ടിയുടെയൊക്കെയാണ്. മാറ്റ് ലിപ്പ് അൾട്രാ സ്മൂത്ത് എന്നൊക്കെ പറഞ്ഞിട്ടൊരു ലിപ്സ്റ്റിക്ക്. ഇതിൻ്റെ ഷെയ്ഡ് നിങ്ങൾ കാണണം. ഇത് ഇങ്ങനത്തെ ഷെയ്ഡ് ഇഷ്ടപ്പെടുന്നവരുണ്ടാവാം. ക്യാമറയിൽ വലിയ കുഴപ്പമായിട്ട് തോന്നുന്നില്ല. ബട്ട് നേരിട്ട് കാണുമ്പോണ്ടല്ലോ ഒരുമാതിരി ഫ്ലൂറസെൻ്റ് പിങ്ക്. എനിക്കിഷ്ടമല്ല. അങ്ങനത്തെ ലിപ്സ്റ്റിക്സ് ഒന്നും ഞാൻ ഇടാറില്ല. ഞാൻ നിങ്ങൾക്ക് ഇട്ട് കാണിച്ചു തരാം. എനിക്കിത് കാണുമ്പോൾ തന്നെ എന്തോപോലെ. ഇതും ഫ്രീ കിട്ടിയതാട്ടോ. വാവ്, നല്ല ഭംഗിയുണ്ടല്ലേ. ആക്ച്വലി ഇത് ക്യാമറയിൽ എൻ്റെ വൃത്തിയുടെ അത്ര അറിയുന്നില്ല. ക്യാമറയിൽ ഒരു പിങ്കിഷ് നോർത്ത് ഇന്ത്യൻ കളർ ലിപ്സ്റ്റിക്. ആക്ച്വലി ക്യാമറയിൽ നല്ല ഭംഗിയുണ്ടല്ലോ, പക്ഷെ നേരിട്ട് നല്ല വൃത്തിയേടാ. ഇത് നമുക്കൊരു ലിപ്പ് ലൈനർ വെച്ചിട്ട് മെറൂൺ വെച്ചിട്ട് നോക്കാം. മെറൂൺ ലിപ്പ് ലൈനർ വെച്ചപ്പോൾ അതിനൊരു ഇത് ആക്ച്വലി ഭംഗിയുണ്ടല്ലോ. എനിക്ക് ആക്ച്വലി ഇഷ്ടമായി. ഞാനിത് ഒട്ടും ഇഷ്ടപ്പെടാണ്ട് മാറ്റി വെച്ചിരുന്നു. പക്ഷേ ഈ ലിപ്പ് ലൈനർ വെച്ചിട്ട് സ്റ്റൈൽ ചെയ്തപ്പോൾ എനിക്കിത് ഇഷ്ടമായിട്ടോ. ആക്ച്വലി ഇറ്റ് ലുക്ക് ഗുഡ് ക്യാമറയിൽ. നേരിട്ട് കുഴപ്പമില്ല. പിന്നെ
നമുക്ക് നെക്സ്റ്റ് പ്രോഡക്റ്റ് എന്താന്ന് നോക്കാം. ബ്രഷ്, ബ്രൗൺ ബ്രഷ് അല്ല, ബ്രൗൺ ബ്രഷ് അല്ല, പൗഡർ ബ്രഷ്. ഇത് ഞാൻ കുറേ നാളായിട്ട് എനിക്കൊരു ബ്രഷ് വേണം മേക്കപ്പ് ഇടാനായിട്ട്. എൻ്റെ കയ്യിലുള്ളതൊക്കെ ഭയങ്കര ഭയങ്കര ഹാർഡാണ്. അപ്പം ഞാൻ കുറേ നാളായി വിചാരിക്കുന്നു ഒരു ബ്രഷ് വേണം, നല്ല സോഫ്റ്റ്. സോ സോഫ്റ്റ്. ഞാൻ കുറച്ച് നാളായി വിചാരിക്കുന്നു ഒരു ബ്രഷ് വാങ്ങണം. അങ്ങനെ ഞാനൊരു ബ്രഷ് വാങ്ങിയതാണ്. നമുക്ക് കോമ്പാക്ട് പൗഡറൊക്കെ ഒന്ന് ഇട്ട് നോക്കാം. ഇത് ഞാൻ പണ്ട് വാങ്ങിയ ഫിറ്റ്മിയുടെ കോമ്പാക്ട് പൗഡറാണ് കേട്ടോ. കൊള്ളാം, നല്ല സോഫ്റ്റാണ്. ആക്ച്വലി എനിക്കിത് ഇഷ്ടപ്പെട്ടു. നല്ല ബ്രഷാണ്, നല്ല സോഫ്റ്റ് ബ്രഷാണ്. നൈസ്. എനിക്ക് ലിപ്സ്റ്റിക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. കണ്ട് കൊള്ളാം. ഞാനത് ഫ്ലോപ്പ് ആവുമെന്ന് വിചാരിച്ച ലിപ്സ്റ്റിക്കാണ്, പക്ഷെ ഈ ലിപ് ലൈനറൊക്കെ വെച്ചിട്ട് നമുക്ക് പുറത്തിടാമെന്ന് എനിക്ക് മനസ്സിലായി. ഇങ്ങനെ കുറേ നാളായി ഒരു ബ്ലഷ് വേണം. ഞാൻ മറ്റേ ലിപ്സ്റ്റിക്കൊക്കെ എടുത്തിട്ട് ബ്ലഷ് ഇടാറ്. ഞാൻ വിചാരിച്ചൊരു ബ്ലഷ് വാങ്ങാമെന്ന്. സിസ് ബ്യൂട്ടിയുടെ തന്നെയാണ്, ക്രീമി ടപ്പ് എന്ന് പറഞ്ഞിട്ട്. ഇതാ ഈ ബ്ലഷ് ഞാൻ കുറച്ച് നാളായി വാങ്ങണമെന്ന് വിചാരിക്കുന്നു. നോക്കാം. കണ്ടോ, ഇത് കുറച്ചെടുത്താൽ മതി കേട്ടോ. വൺ ഡ്രോപ്പ് ഓൾറെഡി കുറച്ച് ലിപ്സ്റ്റിക് ഉണ്ട്. നമുക്ക് എന്നിട്ട് ചീക്സിൽ ഇട്ട് കൊടുക്കാം. ഇട്ടിട്ടുണ്ട്. ഇത് കുറച്ച് മതി, ഭയങ്കര പിഗ്മെന്റഡ് ആവുന്നുണ്ട് കേട്ടോ. മുഖത്താറ് അടിച്ച പോലെ ഉണ്ട്. ഞാനിപ്പോൾ എടുത്തത് അധികമായി പോയി. ഇത് നമ്മുടെ നൈക്കയുടെ ചായ് 18 എന്ന് പറഞ്ഞിട്ട് ഭയങ്കര വൈറലായിട്ടുള്ള ലിപ്സ്റ്റിക്കാണ്. ഇത് വാങ്ങാനുള്ള കാശ് എൻ്റെ ഇപ്പോഴാണ് വന്നേ. പിന്നെ 600 സംതിങ്. എനിക്ക് ഇപ്പോൾ ഓഫറിൽ 500 100 രൂപ ഓഫ് കിട്ടി, സംതിങ്ങിന് കിട്ടി. അപ്പോൾ ഞാനത് കുറേ നാളായിട്ട് വാങ്ങണം എന്ന് വിചാരിച്ചിരിക്കുന്നൊരു മുതലാണ് ഈ മുതൽ. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇട്ടിട്ടുള്ള ലിപ്സ്റ്റിക്ക് തുടച്ചിട്ടൊന്നും പോകണില്ല. വെറ്റ് വൈപ്സ് വെച്ചിട്ട് ഞാൻ നനയ്ക്കണേ. കൈമന്ന് ഉരച്ചിട്ടാണ് കളിക്കണേ. മറ്റേ ഷെയ്ഡ് ടെസ്റ്റ് ചെയ്യാൻ നോക്കിയിരുന്നില്ലേ, പോകുന്നേ ഇല്ല. നൈക്കയുടെ ദിസ് ഈസ് ആക്ച്വലി ന്യൂഡ് ഫോർ മീ. എൻ്റെ സ്കിന്നിന് ന്യൂഡ് ഷെയ്ഡ് ഭയങ്കര ന്യൂഡാട്ടോ എനിക്ക്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത്രേ ഉള്ളൂ. ഇത്രയും സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിയിട്ടുള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ.